പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ള ജോസഫച്ച, മാർട്ടിനച്ച, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. ഇന്ന് വിശുദ്ധ ജോൺ ദി ബ്രിട്ടോയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. അദ്ദേഹം പോർച്ചുഗൽ ജനിച്ച ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെല്ലാം ഇന്ത്യയിലായിരുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട് ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം മിഷൻ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതുകൊണ്ട് ഈ രൂപതയെ സംബന്ധിച്ചിടത്തോളം, തമിഴ്നാട്ടിലെ പല രൂപതകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മധുര, തഞ്ചാവൂർ മേഖലകളിലൊക്കെ അദ്ദേഹം മിഷൻ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് കൊണ്ട് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാൾ ദിവസമാണ്. രക്തസാക്ഷിത്വം വരിച്ച ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്ന് ഈ തീർത്ഥാടന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ മാതാവിൻ്റെ പ്രത്യേക ഒരു സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടല്ലോ, നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്താം. ഇവിടെ മരിയൻ അഭിഷേകം നിലനിൽക്കുന്നുണ്ട്. അത് സ്വീകരിക്കുക എന്നത് നമ്മുടെ മിടുക്കാണ്. നമുക്ക് വെറുതെ വന്നിട്ടും പോകാം, പക്ഷേ ഇത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം. നമുക്ക് ഒരു കാര്യത്തിന് വന്നിട്ട് അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത്, അതാണ് നമ്മുടെ ഭാഗ്യം. പ്രത്യേകിച്ച് ഈ പരിശുദ്ധ ബലിയർപ്പണം ഒക്കെ നമുക്ക് അനുഗ്രഹമായി മാറട്ടെ. അത് ചെയ്തില്ലല്ലോ ദൈവമേ, അതുകൂടി ചെയ്താൽ മതിയായിരുന്നല്ലോ എന്നൊരു കുറ്റബോധം നമ്മൾ അലട്ടാതിരിക്കട്ടെ. എല്ലാം നന്നായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ. പരിശുദ്ധ ബലിയർപ്പണത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടെയും ഏകാഗ്രതയോടുകൂടെയും നമുക്ക് പങ്കുചേരാം. ജ്ഞാനത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത്, അല്പം ശ്രദ്ധിച്ചതേ ഉള്ളൂ എനിക്ക് അവളെ ലഭിച്ചു എന്ന് പറയാം. അല്പം ശ്രദ്ധിച്ചതേ ഉള്ളൂ. കുറച്ചുകൂടി പതിവിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി വിശ്വാസം, കുറച്ചുകൂടി ഭക്തി, കുറച്ചുകൂടി സ്നേഹം, അത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ അനുഗ്രഹങ്ങൾ നമ്മളിൽ വന്ന് നിറയും. ഈ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വലോക രാജനെ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദൈവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപ നിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപ നിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവമേ, ഞങ്ങളുടെ രാജ്യത്ത് രക്ഷയുടെ സന്ദേശം പ്രചരിപ്പിക്കാൻ വിശുദ്ധ ജോൺ ദെ ബ്രിട്ടോയുടെ ഹൃദയം അങ്ങയോടും അങ്ങേ ജനത്തോടുമുള്ള സ്നേഹത്താൽ അങ്ങ് നിരന്തരം പരിപോഷിപ്പിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്താലും മാധ്യസ്ഥത്താലും ശക്തി പ്രാപിച്ച് സുവിശേഷത്തിൽ ആനന്ദിക്കുവാനും എല്ലാവരോടും ധീരതയോടത് പ്രഘോഷിക്കുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡ സഹിക്കാൻ ഇടയാകരുത്. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കും അത് ആരംഭിക്കുക. അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും? നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടൻ്റെയും പാപികളുടെയും സ്ഥിതി എന്തായിരിക്കും? ആകയാൽ ദൈവമഹിമയനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാവിനെ ഭരമേൽപ്പിക്കട്ടെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുന്ന് എൻ്റെ അഭയശീലയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ. അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്. അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ. എനിക്ക് വഴികാട്ടി ആയിരിക്കണമേ. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും. അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ ദൃഷ്ടി ഈ ദാസന്റെ മേൽ പതിക്കണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ ലജ്ജിതനാകാൻ ഇടയാകരുതേ. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്വർഗരാജ്യം അവരുടേതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. യോഹന്നാന്റെ
വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. അക്കാലത്ത് തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരുമുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സായിദയിൽ നിന്നുള്ള പീലിപ്പോസിൻ്റെ അടുക്കൽ ചെന്നു പറഞ്ഞു, പ്രഭു, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. പീലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും പീലിപ്പോസും കൂടി യേശുവിനെ വിവരമറിയിച്ചു. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവൻ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്ത് പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു. എന്നാൽ ചിലർ, ഒരു ദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്കു സ്തുതി. ഈശോയിൽ പ്രിയരെ, വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുകയാണ്. 1647 ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിന് ജനിച്ചപ്പോൾ തന്നെ രോഗാവസ്ഥകളുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് തന്നെ മാമോദിസ കൊടുത്തു. പിന്നെ 11ാമത്തെ വയസ്സിൽ, പോർച്ചുഗലിൽ ജനിച്ച ഈ വിശുദ്ധൻ 11ാമത്തെ വയസ്സിൽ ആ ശാരീരികമായ രോഗാവസ്ഥ കഠിനമായി. ഇപ്പോൾ 1500കളിലാണല്ലോ നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ കാലഘട്ടം. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് സേവറിനോട് ഇവർ പ്രാർത്ഥിച്ചു. വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ മാതാപിതാക്കൾ അങ്ങനെ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. അനുഗ്രഹം കിട്ടിയാൽ, സൗഖ്യം കിട്ടിയാൽ അത് കർത്താവിന് വേണ്ടി വേല ചെയ്യാമെന്ന്. അങ്ങനെ വിശുദ്ധ ഫ്രാൻസിസ് സേവറിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രോഗം മാറി. അങ്ങനെ ആ കാലഘട്ടത്തിൽ തന്നെ ഈശോ സഭയിൽ ചേർന്ന് വൈദികനാകാനായിട്ടുള്ള പഠനം ആരംഭിച്ചു. 1673 അങ്ങനെ പഠനമെല്ലാം അത് പൂർത്തിയാക്കിയത് ഗോവയിൽ വന്നിട്ടാണ്. അപ്പോൾ ഗോവയിലേക്കുള്ള കപ്പൽ കയറി 27 പേരാണ് യാത്ര ആരംഭിച്ചത്. പക്ഷെ 9 പേര് യാത്രക്കിടയിൽ വളരെ മാസങ്ങളും വർഷങ്ങളൊക്കെ നീളുന്ന, ഒരു 6 മാസം മുതൽ 1 വർഷം വരെ നീളുന്ന കപ്പൽ യാത്രയിൽ 9 പേര് മരണപ്പെട്ടു പോയി. അങ്ങനെ ജീവനോടെ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതിന് അത് ഒരു അനുഗ്രഹമായിരുന്നു. അങ്ങനെ 12 വർഷക്കാലം അദ്ദേഹം ഇവിടെ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഇവിടെ പ്രത്യേകിച്ച് തമിഴ്നാട് കേന്ദ്രമാക്കി, മധുര കേന്ദ്രമാക്കി അദ്ദേഹം തൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്തു. അദ്ദേഹം തമിഴ് ഭാഷ പഠിച്ചു. ഇപ്പോൾ തമിഴിൽ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം അരുളാനന്ദൻ എന്ന പേര് സ്വീകരിച്ചു. ഇവിടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വീണ്ടും പോർച്ചുഗലിലേക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു.
അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ അത് അധികാരികളുടെ തീരുമാനമായിരുന്നു, അങ്ങനെ പോയി. പക്ഷെ വീണ്ടും അദ്ദേഹം ഇന്ത്യയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ വീണ്ടും വന്നു. അത് 85 തിരിച്ചു പോയി, 90 തിരിച്ചു വന്നു. 93 അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ ഈ കാലയളവിലെല്ലാം ഇദ്ദേഹം ഈ സുവിശേഷ വെളിച്ചം പകർന്നു കൊടുത്തതിൻ്റെ ഫലമായി എല്ലാവരോടും ചേർന്ന്, ബ്രാഹ്മണരോടൊക്കെ ചേർന്ന് സുവിശേഷ വേല ചെയ്തു. 2000-ഓളം പേരെയൊക്കെയാണ് അദ്ദേഹം ജ്ഞാനസ്നാനപ്പെടുത്തിയത്. അപ്പോൾ സഭാവിരോധികൾ അവർ ഇദ്ദേഹത്തെ വളരെയധികം പീഡിപ്പിച്ചു. ഇങ്ങനെ പട്ടിണി കിടത്തിയിട്ട് വെള്ളം പോലും കൊടുക്കാതെ വെയിലത്ത് കൊണ്ട് കിടത്തി, ചങ്ങലക്കിട്ടടിച്ചു, ചങ്ങലയ്ക്ക് ബന്ധിച്ചു. ഇങ്ങനെ കാലിൽ കയറുകൊണ്ട് കെട്ടി തൂക്കിയിട്ട് ശിരസപ്പ താഴെയാണല്ലോ, അങ്ങനെ വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലാനായിട്ട് അങ്ങനെയുള്ള നടപടികളുണ്ടായി. അങ്ങനെ പല വിധത്തിൽ അദ്ദേഹത്തെ പീഡിപ്പിച്ചു. പിന്നീട് ഭീഷണിപ്പെടുത്തി, കുടല് പുറത്തെടുക്കും, ഹാർട്ട് വലിച്ച് പുറത്തെടുക്കും, പിച്ചി ചിന്തിയെടുക്കും, ഇങ്ങനെയൊക്കെ. അങ്ങനെ വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നപ്പോഴും 90കളിൽ അദ്ദേഹം തിരിച്ചു വന്നിട്ട് വീണ്ടും അദ്ദേഹം ഈ ഭയമൊന്നും ഇല്ലാതെ തന്നെ, അല്ല, ഒരാളൊരു പേടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായ പിന്നെ അങ്ങോട്ട് വരുമോ? പക്ഷേ ഇദ്ദേഹം ആ സുവിശേഷ തീക്ഷ്ണതയാൽ വീണ്ടും വന്നിട്ട് സുവിശേഷ വേല ആരംഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് കഴുത്ത് അറുത്ത് കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഫെബ്രുവരി 4 അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചത്. രക്തസാക്ഷിത്വം വരിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു കാര്യം എന്താണ്? ഒരു അനിതര സാധാരണമായ ധൈര്യമാണ്. അത് എന്തൊരു ധൈര്യമാണ്! ഒരു സാഹചര്യത്തിൽ തീ കൊണ്ട് കളിച്ചാൽ കൈ പൊള്ളുമെന്ന് മനസ്സിലാക്കിയ പിന്നെ തീ കൊണ്ട് കളിക്കാൻ പോകുകയില്ല. പക്ഷേ സുവിശേഷ വേലയുടെ ആ ഒരു മഹാത്മ്യം മനസ്സിലാക്കിയ വിശുദ്ധൻ പ്രതിബന്ധങ്ങളുണ്ടായിട്ടും വീണ്ടും അതിലേക്ക് വന്ന് സുവിശേഷ വേല നടത്തി മരണം വരിക്കുന്നത്. അപ്പോൾ മരണം വരിക്കാൻ വേണ്ടി, കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം വന്നത്. അപ്പോൾ ഈ ധൈര്യം അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഉള്ളിലേക്ക് കിട്ടിയിട്ടുള്ള ആള് പിന്നെ പിന്നോക്കം പോകില്ല. ഇപ്പം ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ധൈര്യം, ദൈവഭക്തി, ദൈവഭയം, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മൗലിക സുഹൃതങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാർഡിനൽ വിർച്യൂസ്, അതിലും പറയുന്ന കാര്യമാണ് വിവേകം, നീതി, ധൈര്യം, സംയമനം. ഇപ്പോൾ ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട മൗലിക ഗുണങ്ങളിൽ ഒന്നാണ് ഒരു ധൈര്യം. ഭീരുവിനെ പോലെ ജീവിക്കേണ്ടവനല്ല വിശ്വാസി. അല്ലെ, ക്രിസ്ത്യാനി എന്ന പേരിൽ, വായനയിൽ നമ്മൾ കേട്ടില്ല, ക്രിസ്ത്യാനി എന്ന പേരിൽ അഭിമാനം കൊള്ളണം. അപ്പോൾ അങ്ങനെ ആ ഒരു തീക്ഷ്ണത നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ആ അഗ്നിയാണ് പിന്നെ നയിക്കുക. യഥാർത്ഥത്തിൽ സ്നാപയോഹന്നാൻ വന്നത് ജലം കൊണ്ട് സ്നാനം നൽകാനാണല്ലോ. അപ്പം ഈശോയുടെ പണി എന്തായിരുന്നു? ഈശോയുടെ പ്രധാന പണി നമുക്ക് പരിശുദ്ധാത്മാവിന് നൽകുക എന്നതായിരുന്നു. അത് ലൂക്കായുടെ സുവിശേഷം 3-16 അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും അവൻ സ്നാനപ്പെടുത്തും. അപ്പം ദൈവത്തിൻ്റെ ഈശോ നിങ്ങൾക്ക് മക്കൾക്ക് എത്രയോ ദാനങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എത്രയോ അധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല. ലൂക്കായുടെ സുവിശേഷം 11-13 അപ്പോസ്തല നടപടി പുസ്തകം 1-8 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോൾ വളരെ ഭയന്ന് വിറച്ചിരുന്ന ശിഷ്യന്മാർ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ധൈര്യം പ്രാപിച്ചു. അവർ ഈശോയെ ഏറ്റുപറയുന്നതിനൊരു മടിയുണ്ടായില്ല, അവരൊരു അഡ്ജസ്റ്റ്മെന്റും ചെയ്തില്ല. നസ്രാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ധൈര്യപൂർവ്വം അവർ പറഞ്ഞു. അതിൽ വെള്ളം ചേർത്തില്ല, സുവിശേഷത്തിൽ വെള്ളം ചേർക്കാതെ ധൈര്യപൂർവ്വം. അവരവരുടെ സേഫ്റ്റി നോക്കിയില്ല. നമ്മൾ സേഫ്റ്റിയൊക്കെ നോക്കി വിവേകമൊക്കെ കാണിച്ചൊരു ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള വിവേകം. ഇപ്പം ഞാൻ മിണ്ടിയാൽ എനിക്ക് പ്രശ്നമാവും, എൻ്റെ തല പോവും എന്ന് കണ്ടിട്ട് നമ്മൾ മിണ്ടിയല്ല. ഈശോയ്ക്ക് വേണ്ടി പോലും നമ്മൾ സംസാരിക്കാൻ തയ്യാറല്ല. അത് ഉള്ളിൽ അഗ്നി കിട്ടിയ ആള്, അയാളെ നയിക്കുന്നത് പിന്നെ ഈ അഗ്നിയുടെ ആ ഊർജമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ തള്ളിക്കൊണ്ടു പോകുന്നതും സ്വയം ഒരു അഗ്നി ഉള്ളിൽ ജ്വലിച്ചിട്ട് അത് പ്രവർത്തിക്കുന്ന ആ വണ്ടി സ്വയം പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ നമ്മളൊന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തള്ളിക്കൊണ്ട് പോവുകയാണ്. ആരൊക്കെ ഇങ്ങനെ വിശ്വാസം, പള്ളിയൊക്കെ ഇങ്ങനെ തള്ളി ഇങ്ങനെ മുന്നോട്ട്, മക്കളെ കുമ്പസാരിക്കും, മക്കളെ പള്ളിപ്പോ എന്ന് പറഞ്ഞാൽ തള്ളി കൊണ്ടുപോകുന്ന പോലെയാണ്.
പക്ഷേ അഗ്നി, പരിശുദ്ധാത്മാവിന് അഗ്നി കിട്ടിയ ആളെ പിന്നെ തള്ളിക്കൊണ്ട് പോകണ്ട, അവനെ തന്നെ നയിക്കുന്നൊരു ശക്തിയുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഒരാൾ ഇന്നലെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അയാളൊരു വചനം ചോദിച്ചു. മലയാളിയല്ലായിരുന്നു. ആവേ മരിയ സെൻറ്ററിൽ വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെയുള്ള സമയത്ത്. അപ്പോൾ അങ്ങനെ അയാൾ ചോദിച്ചപ്പം വചനം പറഞ്ഞു കൊടുത്തപ്പോൾ അയാൾ ഉദ്ദേശിച്ചത് അതല്ലായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് പിന്നെ മനസ്സിലായത് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ എന്ത് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്താൽ പോരെ. വാ 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 പരിശുദ്ധാത്മാവ് വാ. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഒരു വാമക്കളെ എന്ന് പറയുമ്പോൾ വരാൻ തോന്നുന്നത് പോലെ, കയറി വരാൻ തോന്നുന്നത് പോലെ പരിശുദ്ധാത്മാവ് പ്രവേശിക്കാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ചാൽ പോരെ. വാ പരിശുദ്ധാത്മാവേ, വെൽക്കം ഹോളി സ്പിരിറ്റ്. അപ്പോൾ നമ്മൾ പ്രഭാതത്തിലൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ഭാഗമായി ചെയ്യാവുന്നൊരു കാര്യം ദൈവത്തിന് നന്ദി പറയുക, പിന്നെ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചു വരുത്തുക, പിന്നെ ആന്തരിക സൗഖ്യത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് പരിശുദ്ധാത്മാവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ധൈര്യം നമ്മളെ നയിക്കും. അപ്പോൾ അവിടെ നമ്മുടെ സേഫ്റ്റി നോക്കില്ല. ഈശോയുടെ കുരിശ് ഈശോ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഈശോ സേഫായിട്ട് പോയിരുന്നെങ്കിൽ ഈശോയ്ക്ക് കുരിശ് മരണം കിട്ടുമായിരുന്നു. ഈശോ സേഫ്റ്റി നോക്കി പോയിരുന്നെങ്കിൽ, ഈശോയുടെ സേഫ്റ്റി നോക്കി പോയിരുന്നെങ്കിൽ ഈശോയ്ക്ക് കുരിശ് മരണം കിട്ടുമായിരുന്നു. അപ്പൊ ഈശോ നല്ല ആത്മാവിൽ ജനിച്ചയാൾ, ആത്മാവിൽ അഭിഷേകം കൊണ്ട് നിറഞ്ഞയാള്, ആ ധൈര്യത്തോടുകൂടി പോയത് കൊണ്ടാണ് ഈശോയ്ക്ക് കുരിശ് മരണം കിട്ടിയത്. അപ്പൊ ദൈവത്തിന് വേണ്ടി സംസാരിക്കണം, ദൈവത്തിന് വേണ്ടി നിലകൊള്ളണം. നമ്മുടെ സേഫ്റ്റി നോക്കി പോയാൽ ഒരിക്കലും നമുക്ക് കർത്താവിനെ രക്തസാക്ഷി അല്ലെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാനോ ഒരു ത്യാഗം പോലും, ഒരു കുഞ്ഞു വേദന പോലും കർത്താവിന് വേണ്ടി ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കില്ല. ജീവിതത്തിലെ സങ്കടങ്ങളും നിരാശകളും ഏകാന്തതകളും രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കുറ്റം പറയും. ഇതൊന്നും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുകയില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ജോൺ ബ്രിട്ടോയെ നയിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി, ഈശോയിൽ നിറഞ്ഞിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി, ഈശോ നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ പ്രധാനപ്പെട്ടത് ധൈര്യം, മനസ്ഥൈര്യം. അത് നമുക്ക് വേണ്ടേ? അത് ഇപ്പോൾ ഗെത്സമൻ തോട്ടത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ഈശോയെ നയിച്ചൊരു മനക്കരുത്തുണ്ട്. ആ മനക്കരുത്താണ് ഉൾബലം, ആത്മബലം. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായാലും മുന്നോട്ട് പോകാൻ നമ്മളെ നയിക്കുന്ന ഉൾബലം. അല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷൻ അടിച്ച്, നമ്മളായിരുന്നെങ്കിൽ അപ്പോഴും തന്നെ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു. അപ്പം നമ്മളെ ഡിപ്രഷൻ അടിക്കാതെ നമ്മളെ നല്ല ഉള്ളിലുള്ളൊരു ശക്തി നമ്മളെ വിശ്വാസ ജീവിതത്തിൽ നയിക്കണമെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മൾ സ്വീകരിക്കണം. അതുകൊണ്ട് നമ്മളെന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ചോദിക്കുക. ഈ വിശുദ്ധൻ്റെയൊക്കെ തീക്ഷ്ണത, ഇവരൊക്കെ ഇങ്ങനെ മരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് എവിടെ നിന്നാണ് ഒരു ഊർജം കിട്ടുക? ഇല്ലേ, അങ്ങനെ ഒരു ഇഗ്നേഷ്യസ് ലയോള ഇല്ലായിരുന്നെങ്കിൽ ഫ്രാൻസിസ് സേവർ ഉണ്ടാകുമായിരുന്നു. ഫ്രാൻസിസ് സേവർ ഇല്ലായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിനൊരു മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കാൻ, സൗഖ്യം കിട്ടാൻ ഒരു പുണ്യവാളനുണ്ടാകുമായിരുന്നു. അപ്പോൾ കത്തോലിക്ക സഭയിൽ വിശുദ്ധരോടുള്ള വണക്കം അത് വളരെ വളരെ വലുതാണ്. ഇന്ന് വിശുദ്ധ ജോൺ ബ്രിട്ടോയെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമുക്ക് ഈ വിശുദ്ധരുടെ മാതൃക നമുക്ക് ഉപകാരമാകട്ടെ. നമുക്ക് ഒരു ഈരടി ആത്മാവ് നിറയാൻ വേണ്ടി. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ. ചേർന്ന് പാടിക്കുക. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ. ആത്മാവ് നിറയാൻ ആഗ്രഹിച്ച് സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ. ആമേൻ. സ്വീകരിക്കണമേ നൈ
കൃത്തടവും അലിവോടെ നാദാ സ്വീകരിക്കൂ. തിരുമുൾ കാഴ്ചയായി കൈക്കൊള്ളണേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങ് അനുഗ്രഹത്താൽ ഞങ്ങളുടെ കാണിക്കകൾ വിശുദ്ധീകരിക്കണമേ. അങ്ങേ സ്നേഹാഗ്നിയാലാണല്ലോ വിശുദ്ധ ജോൺ ദെ ബ്രിട്ടോ തൻ്റെ എല്ലാ ശാരീരിക പീഡകളെയും അതിജീവിച്ചത്. അതേ സ്നേഹാഗ്നി അങ്ങേ കൃപയാൽ ഞങ്ങളെയും ജ്വലിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കാനായി ക്രിസ്തുവിനെ അനുകരിച്ച രക്തസാക്ഷിയായ വിശുദ്ധ ജോൺ ദെ ബ്രിട്ടോ ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ
ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റു പറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ടി സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ
അനുഗ്രഹീത കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാന സ്വീകരണ കർമ്മമാണ്. നമുക്ക് ഭയഭക്തിയോടുകൂടെ പങ്കുചേരാം. കുമ്പസാരിച്ചൊരുങ്ങിയ കത്തോലിക്ക വിശ്വാസികൾ മാത്രമാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. പരിശുദ്ധ കുർബാന നാവുകളിലാണ് സ്വീകരിക്കേണ്ടത്. മറ്റുള്ളവർ, പ്രത്യേകിച്ച് മറ്റു മതസ്ഥർ ദയവ് ചെയ്ത പരിശുദ്ധ കുർബാന സ്വീകരിക്കരുത്. ഈ സമയം നിങ്ങളുടെ വസ്തുക്കൾ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ അർപ്പിക്കപ്പെടുന്ന കുർബാനകളും കുർബാനകളുടെ സമയക്രമവും കുർബാനകൾ അർപ്പിക്കുന്ന ദേവാലയങ്ങളുടെ വിവരങ്ങളും ഇവിടെ അറിയിക്കുകയാണ്. പ്രധാന ദേവാലയത്തിൽ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് തമിഴ് കുർബാന. ഈ കുർബാന GR+ വഴി സംപ്രേഷണം ചെയ്യപ്പെടുന്നു. ലോവർ ബസിലിക്കയിൽ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് തമിഴ് കുർബാന, 10 മണിക്ക് ഇംഗ്ലീഷ്, ഉച്ചയ്ക്ക് 12 മണിക്ക് തമിഴ്, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തമിഴ്, വൈകിട്ട് 6 മണിക്ക് ജപമാലയും തുടർന്ന് തമിഴ് കുർബാനയും. അപ്പർ ബസിലിക്കയിൽ രാവിലെ 8 മണിക്ക് തെലുങ്ക്, 11 മണിക്ക് ഹിന്ദി, വൈകിട്ട് 5 മണിക്ക് കന്നഡ, ചൊവ്വാഴ്ചകളിൽ ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് കൊങ്കണി. മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിൽ രാവിലെ 8 മണിക്ക് കൊങ്കണി, 9 മണിക്ക് മലയാളം. മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ലോവർ ബസിലിക്കയിൽ വൈകിട്ട് 5:30 ജപമാല, തുടർന്ന് ഷ്രൈൻ ചുറ്റി പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം, വചന പ്രഘോഷണം, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവ ഉണ്ടായിരിക്കും. ഈ വരുന്ന വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ്. മാസാദ്യ ശനിയാഴ്ച വൈകിട്ട് 5:30 ഷ്രൈനിൻ്റെ പ്രവേശന കവാടം മുതൽ കടൽ തീരം വരെ വേളാങ്കണ്ണി മാതാവിൻ്റെ സ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും, തുടർന്ന് ലോവർ ബസിലിക്കയിൽ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും രോഗികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും തമിഴ് കുർബാനയും ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ പ്രധാന ദേവാലയവും, രാവിലെ 6 മണി മുതൽ 8 മണി വരെ, രാത്രി 8 മണി വരെ ആരാധന ചാപ്പലും തീർത്ഥാടകർക്കായി തുറന്നിരിക്കുന്നു. നല്ല കുമ്പസാരം നടത്താനുള്ള ഒരുക്കത്തിനായി അനുരഞ്ജന ചാപ്പലും, കുമ്പസാരത്തിന് ശേഷം പ്രായശ്ചിത്തം നിറവേറ്റുന്നതിനും വ്യക്തിപരമായ മൗനപ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ആരാധന ചാപ്പലും ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 8 മണി വരെയും 11:30 മുതൽ 12:30 വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയും മലയാളത്തിൽ കുമ്പസാരിക്കാൻ അവസരമുണ്ട്. ഈ കുർബാനയ്ക്ക് ശേഷം പൊതുവായ ആശീർവാദമാണ് നൽകപ്പെടുക. വ്യക്തിപരമായ ആശീർവാദത്തിന് അടിമസമർപ്പണത്തിന് നിങ്ങൾ വാങ്ങിക്കുന്ന വിശുദ്ധ വസ്തുക്കൾ വെഞ്ചരിക്കുന്നതിനും പ്രധാന ദേവാലയത്തിന് സമീപമുള്ള ആവേ മരിയ എന്ന ഹാളിൽ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. അവിടെ രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ അതിനുള്ള അവസരമാണ്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ മാത്രമാണ് ഇടവേള കൊടുത്തിട്ടുള്ളത്. എല്ലാ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലും എല്ലാ ഗവൺമെൻറ് ഒഴിവു ദിനങ്ങളിലും മാതാകുളത്തിന് സമീപമുള്ള സ്റ്റെല്ല മാരീസ് ഓഡിയോ വിഷ്വൽ ഹാളിൽ അരുൾ നിറൈ ചുവടുകൾ, അതായത് കൃപയുടെ അടയാളങ്ങൾ എന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം രാവിലെ 10 മണിക്ക് തമിഴിലും 11:30 മലയാളത്തിലും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തെലുങ്കിലും ഉണ്ടായിരിക്കും. ഈ ഡോക്യുമെൻ്ററി കാണുവാൻ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. വേളാങ്കണ്ണി മാതാവിൻ്റെ ഈ അഭിഷേകമുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മണിക്കൂറുകളും ദിനങ്ങളും ആശംസിക്കുന്നു. നമുക്കിപ്പോൾ ആശീർവാദത്തിനും പ്രാർത്ഥനയ്ക്കും എഴുന്നേൽക്കാം.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ വിരുന്നാൽ പരിപോഷിതരായി ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ജോൺ ദെ ബ്രിട്ടോയുടെ മാതൃകയാൽ ഞങ്ങൾ ഭൂമിയിൽ അങ്ങയോടുള്ള ആത്മാർത്ഥ സ്നേഹത്തിൽ വളരുകയും സ്വർഗീയ മഹത്വം എന്നേക്കും പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.